യമനിൽ നിന്നും വന്ന ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങളുടെ രാജ്യത്ത് ദീനിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ യോഗ്യനും വിശ്വസ്തനുമായ ഒരാളെ അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഞാൻ നിങ്ങളോടൊപ്പം വിശ്വസ്തനായ ഒരാളെ അയച്ചു തരുന്നതാണ്. അപ്പോൾ സഹാബാക്കളെല്ലാം വലിയ പ്രതീക്ഷയിലായി. ആരായിരിക്കും ആ വ്യക്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസ്തൻ എന്ന പ്രത്യേകമായ ഒരു വിശേഷണത്തോട് ചേർത്ത് പറഞ്ഞ ആ വ്യക്തി ആരായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. അത് ഞാനാകണമെന്ന ആഗ്രഹവുമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേ ദിവസം തിരഞ്ഞെടുത്തത് അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിൻ്റെ വിശ്വസ്തൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നുണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീന, എല്ലാ സമുദായത്തിലും ഒരു വിശ്വസ്തനായ വ്യക്തി ഉണ്ടാകും. ഇന്ന അമീനന അയ്യുഹൽ ഉമ്മ, നമ്മുടെ സമുദായത്തിലെ വിശ്വസ്തനായ വ്യക്തി അബൂ ഉബൈദത്ത് ബിൻ ജറാഹ്, അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഹദീസ് പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ മാത്രം വിശ്വസ്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്? എല്ലാ സഹാബാക്കളിലും ഉള്ള സവിശേഷമായ ഗുണമായിരുന്നല്ലോ അത്. എന്നിട്ടും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകിച്ചത് പറയാനുള്ള കാരണം എന്താണ്? ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നത്, ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് മറ്റ് സഹാബാക്കളെല്ലാം വിശ്വസ്തരായിരിക്കവേ തന്നെ ഇദ്ദേഹം കൂടുതൽ പ്രത്യേകത ഉള്ള വ്യക്തിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ലജ്ജയുള്ള വ്യക്തി എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മറ്റ് സഹാബാക്കൾക്ക് ലജ്ജയില്ലായിരുന്നു എന്നല്ല, ഉസ്മാൻ റളിയല്ലാഹുവിനു മറ്റ് സഹാബാക്കളുടെ എല്ലാം മുകളിലായിരുന്നു ആ കാര്യത്തിൽ. അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് വിധി കൃത്യമായി നിർവഹിക്കാൻ കഴിവുള്ള വ്യക്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റുള്ളവർ അതിന് യോഗ്യരല്ല എന്ന അർത്ഥത്തിലല്ല, അലി റളിയല്ലാഹുവിന് ആ വിഷയത്തിൽ പ്രത്യേകമായൊരു കഴിവുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ്. അതുപോലെ അബൂ ഉബൈദ റളിയല്ലാഹുവിന് വിശ്വാസ്യതയുടെ കാര്യത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനത്തെ മനസ്സിലാക്കാമെന്ന് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് എഴുതുകയാണ്. ഏതായാലും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം അഷ്റത്തുൽ മുബശ്ശറ അഥവാ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കളിൽ ഒരാളാണ്. മക്കയിൽ നിന്നും അബസീനയിലേക്കുള്ള ഹിജറ പോയ സന്ദർഭത്തിൽ ആ സംഘത്തിലും അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം ഹിജറ ചെയ്ത വ്യക്തി എന്ന സവിശേഷമായ പേരിനർഹരായ സഹാബാക്കളിൽ ഒരാളും കൂടിയാണ് അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു. അബസീനയിലേക്ക് ഹിജറ പോയെങ്കിലും അധിക സമയം അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹം മടങ്ങി വന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സൽ സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു. നീതി, സത്യസന്ധത, അതുപോലെ തന്നെ ലൗകികമായ വിരക്തി, ഏറ്റവും നേരായ പ്രകൃതം, കൃത്യമായ പെരുമാറ്റ രീതികൾ, സ്നേഹമുള്ള ആർദ്രതയുള്ള മനസ്സ്, പൂർണ്ണത നേടിയ ബുദ്ധി, ഇതെല്ലാം മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകതയായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴിവ് കണ്ട് അറിഞ്ഞ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മഹാനായ വ്യക്തിയുടെ കഴിവ് കണ്ടറിഞ്ഞ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലും എല്ലാം നമുക്കിത് കാണാൻ കഴിയും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സന്ദർഭത്തിൽ ഒരു 4000 ദീനാർ ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തയക്കുന്നുണ്ട്. ഇത് കൊണ്ടുപോയി നിങ്ങൾ അബൂ ഉബൈദയ്ക്ക് കൊടുക്കണം, എന്നിട്ട് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് ഒന്ന് നിരീക്ഷിക്കുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്വത്തുമായി വ്യക്തി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ ആ കിട്ടിയ ഉടനെ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഈ 4000 ദീനാറും പൂർണ്ണമായും വീതിച്ചു കൊടുക്കുകയായിരുന്നു. ഇത് അറിഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫിൽ ഇസ്ലാമി മൻ യസ്നഉ ഹാദാ, ഇസ്ലാമിക സമൂഹത്തിൽ ഇങ്ങനെ മഹത്തായ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരുണ്ടല്ലോ, അതോർക്കുമ്പോൾ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്ന്
ഉമർ റളിയല്ലാഹു അൻഹു പറയുണ്ടായി. അങ്ങനെ സമ്പത്തിനോടുള്ള വിരക്തി അദ്ദേഹത്തിൻ്റെ മഹത് ഗുണമായിരുന്നു. അധികാരത്തിനോടുള്ള വിരക്തി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സന്ദർഭത്തിൽ ബനൂ സഖീഫയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ മഹാനായ അബൂ ഉബൈദയെ ബൈഅത്ത് ചെയ്യാൻ ചിലരൊക്കെ സന്നദ്ധരായി. ഈ സമയത്ത് അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: അതുബായിഉനനി വഫീക്കും അബൂബക്കർ സിദ്ദീഖ്, നിങ്ങളോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് ജീവിച്ചിരിക്കുമ്പോൾ എന്നെപ്പോലുള്ള ഒരാളെ ബൈഅത്ത് ചെയ്യുകയോ എന്ന് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞ അധികാരത്തിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് ചോദിക്കുന്നുണ്ട്, അയ്യു അസ്ഹാബി റസൂലില്ലാഹി അഹബ്ബു ഇലാ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ നബിക്ക് ഏറ്റവും ഇഷ്ടം ആരെയായിരുന്നു? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അബൂബക്കറിനോടായിരുന്നു ഇഷ്ടം. പിന്നെ ആരോടാണ്? ഖുൽതു ഉമർ. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോടാണ്. ഖുൽതു, വീണ്ടും ഞാൻ ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോടായിരുന്നു? ഖാലത്ത് അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സുമ്മ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ്. ഈ രണ്ടുപേരും കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടം അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് കൂട്ടുകാരോടൊപ്പം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ പറയണം, ദീനിയായ ആഗ്രഹങ്ങൾ പറയണം. അപ്പോൾ ഒരാൾ പറഞ്ഞു, അതമന്ന അൻ യകൂന മിൽഅ ഹാദൽ ബൈത്ത് ദറാഹിം ഫഉൻഫിഖുഹാ ഫീ സബീലില്ലാഹ്, ഈ വീട് നിറയെ ദിർഹമുകൾ ഉണ്ടാവുക, ഞാൻ അതെല്ലാം അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക, എനിക്ക് അത് അങ്ങനെ സമ്പത്ത് ചെലവഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അടുത്തയാൾ പറഞ്ഞു, അതമന്ന അൻ യകൂന മിൽഅ ഹാദൽ ബൈത്ത് ദഹബ, ഈ വീട് നിറയെ സ്വർണ്ണമുണ്ടാകും, ഞാൻ അത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു, അതെനിക്കിഷ്ടമാണ്. ഇത് രണ്ടും കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാകിൻ അതമന്ന അൻ യകൂന മിൽഅ ഹാദൽ ബൈത്ത് റിജാലൻ മിൻ അംസാലി അബി ഉബൈദത്ത് ബിൻ ജറാഹ് വ മുആദ് ബിൻ ജബൽ വ ഹുദൈഫത്ത് ബിൻ യമാൻ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീട് നിറയെ അബൂ ഉബൈദത്ത് ബിൻ ജറാഹിനെ പോലുള്ള മഹത്തുക്കൾ ഉണ്ടാകണം, മുആദ് ബിൻ ജബലിനെ പോലുള്ളവരുണ്ടാകണം, ഹുദൈഫത്ത് ബിൻ യമാനെ പോലുള്ളവരുണ്ടാകണം. ഫഅസ്തഅമിലുഹും ഫീ തഅത്തില്ലാഹ്, അവരെല്ലാം ദീനിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഉപയോഗിക്കാൻ കഴിയണം. അങ്ങനെയുള്ള മഹത്തുക്കളായ കുറേ മനുഷ്യരെ കൊണ്ട് ഈ നാട് നിറയണം, ഇതാണ് എൻ്റെ ആഗ്രഹമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ലൗ കാന അബൂ ഉബൈദ ഹയ്യൻ ലവല്ലൈതുഹു അംറൽ മുസ്ലിമീൻ, അബൂ ഉബൈദ എങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ അടുത്ത ഖലീഫയായി ഞാൻ അബൂ ഉബൈദയെ പ്രഖ്യാപിക്കുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ റസൂലിന് ഇഷ്ടപ്പെട്ട ശേഷം അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ദീനിൻ്റെ മാർഗത്തിൽ ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ച, നന്മയുടെ നല്ല ഗുണങ്ങൾ മുഴുവൻ ആവാഹിച്ച, അതെല്ലാം ജീവിതത്തിൽ പാലിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവസാന കാലഘട്ടത്തിൽ ജോർദാനിൽ ഒരു സൈന്യത്തോടൊപ്പമുള്ള സമയത്താണ് താഊനുൽ അംവാസ് അഥവാ അംവാസ് എന്ന് പറയുന്ന പ്ലേഗ്, അംവാസ് എന്ന് പറയുന്ന പ്രദേശത്ത് പ്ലേഗ് വ്യാപകമായി പടർന്നു പിടിച്ചത്. ആ സമയത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. പ്ലേഗ് അവിടെ ബാധിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതി ഇങ്ങനെ: കതബ ഇലാ അബി ഉബൈദത യഖൂൽ ഖദ് അറദത് ലി ഹാജത്തുൻ ലാ ഗിനാ ബി അൻക ഫീഹാ ഫഅജ്ജിൽ ലി, എനിക്കൊരു വലിയ അത്യാവശ്യമുണ്ട്, താങ്കളെ കൊണ്ട് മാത്രമേ നടപ്പിലാക്കാൻ കഴിയുള്ളൂ, താങ്കളെ കൊണ്ട് തന്നെ നടപ്പിലാക്കേണ്ടുന്ന ഒരു ഗൗരവപ്പെട്ട കാര്യം എനിക്ക് നിർവഹിക്കാനുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മദീനയിലെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കത്തയച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി അദ്ദേഹത്തെ ഈ അസുഖത്തിൽ നിന്നും രക്ഷപ്പെടുത്തി മദീനയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഉമർ റളിയല്ലാഹു അൻഹു നടത്തുന്നതെന്ന്. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഓർമ്മ വന്നത് താഊൻ ഷഹാദത്ത് കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിൻ്റെയും ഓരോ മുസ്ലിമിൻ്റെയും ഷഹാദത്താണ് താഊൻ, പ്ലേഗ്, അതുകൊണ്ട് ഇതിൽ നിന്നും ഓടി മാറേണ്ടുന്ന കാര്യമില്ല എന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയും ഉമർ റളിയല്ലാഹു അൻഹുവിന് തിരിച്ചിങ്ങനെ എഴുതി: താങ്കളുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ സൈന്യത്തോടൊപ്പം, മുസ്ലിമീങ്ങളുടെ ഈ സംഘത്തോടൊപ്പം ഞാൻ തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്.
എന്നെ മാത്രം രക്ഷപ്പെടുത്തി നാട് വിട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹുവിന് കത്തെഴുതി. ഉമർ റളിയല്ലാഹുവിന് കത്ത് വായിച്ചപ്പോൾ കരഞ്ഞു. കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, എന്ത് പറ്റി, അബൂ ഉബൈദ മരണപ്പെട്ടോ? അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞില്ല, അബൂ ഉബൈദ മരണപ്പെട്ടിട്ടില്ല, പക്ഷേ മരണത്തേക്ക് അദ്ദേഹം അടുത്തിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ഇങ്ങനെ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന് വേണ്ടിയുള്ള സേവനങ്ങളിൽ നിരതനാവുകയും ശേഷം വന്ന ഖലീഫന്മാരോടൊപ്പം ശക്തമായ പിന്തുണയോടൊപ്പം നിൽക്കുകയും ദീനിയായ നന്മകളെ പരമാവധി ജീവിതത്തിലേക്ക് ശീലമാക്കി മാറ്റുകയും അങ്ങനെ നന്മയുടെ ഒരു നിറഞ്ഞ രൂപമായി അദ്ദേഹം മരണം വരെ അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്തു.